അടൂരിൻ്റെ സിനിമകൾ എടുത്ത് നോക്കുക. അടൂർ ഒരു സിനിമയും കച്ചവട സിനിമയായിട്ട് ചെയ്തിട്ടില്ല. അടൂരിൻ്റെ നിർമ്മാതാക്കൾ എന്ന് പറഞ്ഞാൽ ഈ സിനിമ വിറ്റ്, സിനിമ കണ്ട്, സിനിമ തിയേറ്ററിൽ ഓടി ലാഭം കിട്ടി, ലാഭം എത്ര എന്ന് എണ്ണി നോക്കുന്ന പ്രൊഡ്യൂസർമാരായിരുന്നില്ല. അങ്ങനെയുള്ളവരെ അടൂർ പ്രോത്സാഹിപ്പിക്കില്ല, നിരുത്സാഹപ്പെടുത്തും. അദ്ദേഹം മുമ്പൊരിക്കൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അടുത്ത് പലരും സിനിമ ചെയ്യാൻ വന്നിട്ടുണ്ട്, ഞാൻ പലരെയും തിരിച്ചു വിട്ടിട്ടുണ്ട്. അപ്പോൾ ചിലരൊക്കെ അടുത്ത ആൾക്കാർ ചോദിച്ചു, എന്താണ് നിങ്ങൾ ചെയ്തത്, ആ പ്രൊഡ്യൂസറെ നഷ്ടപ്പെടുത്തേണ്ടിയിരുന്നില്ലെന്ന്. അപ്പോൾ അടൂർ അന്ന് പറഞ്ഞത്, ആ പ്രൊഡ്യൂസർ വന്നത് നല്ല സിനിമ ചെയ്യാനല്ല, കച്ചവട സിനിമ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണത്. ആ കച്ചവടത്തിൽ എൻ്റെ പങ്ക് മോശമായെങ്കിൽ അയാൾ ബഹളം വെച്ചിരിക്കും, എന്തുകൊണ്ട് ഈ സിനിമ പരാജയപ്പെട്ടു, ഇത് നിങ്ങൾ വിചാരിച്ചെന്ന് രക്ഷപ്പെടുത്താം എന്നൊക്കെ ചോദിക്കും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചെയ്യുന്നത് എൻ്റെ മനസാക്ഷിക്ക്, എൻ്റെ ചിന്തയ്ക്ക്, എൻ്റെ ടേസ്റ്റിന്, എൻ്റെ രീതിക്കനുസരിച്ചുള്ള സിനിമയാണ് ഞാൻ ചെയ്യുന്നത്. ആ സിനിമ ചെയ്യാൻ, അതിന് സഹായമായി നിൽക്കാൻ ഒരു പ്രൊഡ്യൂസർ വരുമെങ്കിൽ ഞാൻ നല്ല സിനിമയാണ് ആ പ്രൊഡ്യൂസർക്ക് നൽകുന്നത്. ആ സിനിമ ഓടാം, ഓടാതിരിക്കാം, ലാഭം കിട്ടാം, കിട്ടാതിരിക്കാം, നഷ്ടം വന്നേക്കാം. ഈ നഷ്ടം വന്നാലും സഹിക്കാൻ കഴിവുള്ളൊരു നിർമ്മാതാവ്, നഷ്ടത്തിൽ കൂടി മറ്റൊരു നഷ്ടം സംഭവിക്കുമ്പോഴും അടൂർ ഗോപാലകൃഷ്ണൻ എനിക്ക് എടുത്തു തന്നിരിക്കുന്ന നല്ല സിനിമയാണ്